നിലപാട് പ്രഖ്യാപിക്കാനൊരുങ്ങി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ നാളെ പുന്നപ്രയിലെ വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതിലും നാളെ തീരുമാനം അറിയിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു പാർട്ടിയുമായി സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് ഏറെ ചർച്ചയാകുന്നത്, അതിനിടയിൽ ഈ ഒരു വാർത്താ സമ്മേളനം വയ്ക്കുന്നത് ഏറെ നിർണായകം തന്നെയാണ്. ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതിലെല്ലാം നാളെ തീരുമാനം അറിയിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? CPIM ഇതുവരെ നടത്തിയ എല്ലാ അനുനയ ശ്രമങ്ങളും പാളി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി സുധാകരൻ നാളെ മാധ്യമങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുന്നപ്രയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPIMൻ്റെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അംഗത്വം പുതുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചെങ്കിൽ തന്നെയും ഇതിനൊന്നും തന്നെ വഴങ്ങിയിട്ടില്ല. പകരം മാധ്യമങ്ങളെ കാണുന്നതിനും ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ഇതിനുശേഷം ആണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാളെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാണ് എന്നുള്ളത്. മാത്രവുമല്ല, ഇന്ന് അദ്ദേഹം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം നൽകിയിട്ടുണ്ട്. ഒരു മീഡിയ സംവിധാനവും അദ്ദേഹം തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രധാനമായും പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം വളരെ ബുദ്ധിമുട്ടി പണിയെടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ജോലികൾ ചെയ്ത ഒരാളാണ് ജി സുധാകരൻ. പക്ഷേ എന്നിട്ടും അർഹമായ പരിഗണന കഴിഞ്ഞ കുറേ നാളുകളായി ലഭിക്കുന്നില്ല. തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു രീതി കണ്ടിരുന്നു. അതുകൊണ്ടാണ് അംഗത്വം പുതുക്കുന്നതിൽ നിന്നും പിന്മാറി നിൽക്കുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അമ്പലപ്പുഴയിൽ ഇതുവരെയും UDFൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പകരം ആ സീറ്റ് ഒഴിവാക്കി ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലെ ചർച്ചകൾ കോൺഗ്രസ് ജി സുധാകരനുമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരവും പുറത്തു വരുന്നില്ല. പക്ഷേ ജി സുധാകരൻ പിണങ്ങി നിന്ന കാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ജി സുധാകരനുമായി സംസാരിക്കാനും ചർച്ചകൾ നടത്താനും ഒക്കെ ശ്രമം നടത്തിയിരുന്നെങ്കിൽ തന്നെയും അന്നൊന്നും തന്നെ ഒരു ശരിയായ ഉത്തരം കോൺഗ്രസിന് അനുകൂലമായൊരു നിലപാട് ജി സുധാകരൻ പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഇതെല്ലാം സൗഹൃദമായ സംഭാഷണങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ജി സുധാകരൻ ഒഴിയുകയായിരുന്നു. ഇനി അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പക്ഷേ നാളെ ഒരു വ്യക്തത വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ജി സുധാകരൻ്റെ നീക്കങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ചും മൂന്നാമതും LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി, ഒപ്പം CPIM, ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ജി സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. അതിനപ്പുറം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ സമയത്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിൽ മുൻഗണന നൽകി മുന്നോട്ട് പോയിരുന്നു. അതിനെല്ലാം ഉപരിയായി പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതിക്കെതിരെ വലിയ തരത്തിൽ പോരാട്ടം നടത്തിയ മന്ത്രി, ഇത്തരത്തിലൊക്കെ തന്നെ ശ്രദ്ധേയനായ ഒരു മന്ത്രി, ജനകീയനായ ഒരു മന്ത്രി, ഈ നിലയിലൊക്കെ വളരെ പേരും പ്രശസ്തിയുമുള്ള ഒരാൾ CPIM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുമെന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ തന്നെ പല ആവർത്തി ചർച്ചയ്ക്കായി അയച്ചത്. ഏറ്റവും അവസാനം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചേർന്ന് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹത്തോട് പ്രധാനമായും പറഞ്ഞത് പാർട്ടി അംഗത്വം പുതുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ അംഗത്വം പുതുക്കുവാൻ ജി സുധാകരൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രായപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിലെ ബ്രാഞ്ചിലേക്ക് ഉൾപ്പെടുത്തുന്ന പതിവാണ്. അത്തരത്തിൽ ഒരു ബ്രാഞ്ചിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. ആ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുകയും പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ സമയത്താണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ കൂടി മത്സരിപ്പിച്ച് ഒരു പരീക്ഷണം നടത്തണം എന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലൊക്കെ ചർച്ച ഉയർന്നു വന്നതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി സുധാകരനും തോമസ് ഐസക്കുമൊക്കെ മത്സരരംഗത്തുണ്ടാകും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി ജില്ലാതല സെക്രട്ടേറിയറ്റ് ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയൊക്കെ ഒഴിവാക്കുകയായിരുന്നു. ഇതിൽ വളരെയധികം ക്ഷുഭിതനായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അംഗത്വം പുതുക്കുന്ന സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയത്. പക്ഷേ എങ്കിൽ തന്നെയും ജി സുധാകരൻ അംഗത്വം പുതുക്കി പാർട്ടിയിൽ തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷ പാർട്ടി ജില്ലാ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലുള്ള ഈ അനുനയ ശ്രമങ്ങളെല്ലാം പാളി
പാളി എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളും ലഭിക്കുന്ന വിവരങ്ങളും. എന്തായാലും നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മത്സരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നതാണ്. അദ്ദേഹം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം നൽകിയതും ഒപ്പം ഒരു മീഡിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചതുമൊക്കെ തന്നെ ഇതിന് ഒരു സൂചന എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായി എപ്പോഴും, അതായത് MLA ആയി അമ്പലപ്പുഴ MLA ആയി എച്ച് സലാം എത്തിയ നാൾ മുതൽ തന്നെ എച്ച് സലാമും ഈ മുൻ മന്ത്രി ജി സുധാകരനുമായിട്ടൊക്കെ വലിയ തരത്തിലുള്ള അകൽച്ചയിലായിരുന്നു. ആ ഒരു അകൽച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും നാളെ മാത്രമേ ഇതിനൊരു വ്യക്തത പുറത്തേക്ക് വരികയുള്ളൂ. ശരി, എന്തായാലും നാളെ പുന്നപ്രയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നതിലടക്കം നാളെ ഒരു തീരുമാനം അറിയിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന CPIM നേതാവായ ജി സുധാകരൻ. നാളെയാണ് പുന്നപ്രയിലെ വീട്ടിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.